ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇക്കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന്റെ അനുബന്ധ വസ്തുക്കളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏരിയയിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ കൂടുതലും എന്ത് ചെയ്ത് ഫോക്കസ് ചെയ്ത് 2026 ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ വേദി അമേരിക്ക, മെക്സിക്കോ, കാനഡ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഫിഫ അവാർഡുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് അവിടെ ചോദിച്ചിരുന്നു. പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുമായി ബന്ധപ്പെട്ട ചോദ്യം ഓപ്ഷനിൽ നിന്ന് ആൻസർ ചെയ്യുന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് നമുക്കറിയാം എൻ പ്രഭാകരനാണ്, മായാ മനുഷ്യർ. പക്ഷെ അതിനെ മാറ്റി എന്ത് ചെയ്തു ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് ലഭിച്ചത് എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ ചോദ്യം എന്ത് ചെയ്തിരുന്നു വന്നിരുന്നു. അപ്പോൾ താരതമ്യേന വളരെ ചുരുക്കം ചോദ്യങ്ങൾ മാത്രമേ ഫസ്റ്റ് പ്രിലിംസിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പ്രിലിംസിനും മൂന്നാമത്തെ പ്രിലിംസിനും തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്പെടുമാവുന്ന കണക്റ്റഡ് ഫാക്റ്റ് ആണ് ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ക്ലാസ്സിനകത്തേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേരും ദ സി എ അനലിസ്റ്റ് തന്നെയാണ്. ഈ ക്ലാസ്സിന്റെ നോട്ടും നമ്മൾ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ആ ടെലഗ്രാം ചാനലിലായിരിക്കും. അതിൻ്റെ പോൾ എക്സാം ഒക്കെ നടന്നത് നമ്മൾ ആ ടെലഗ്രാമിലായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം, നമുക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ ആ ഒരു ചോദ്യമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. Who won the best FIFA Women's Player Award 2025 എന്നാണ് ചോദ്യം. ഒന്ന് ഓപ്ഷൻ നോക്കിയേ, ഹന്ന ഹാംപ്ടൺ. ഓപ്ഷൻ ബി സാന്റിയാഗോ മോണ്ടിൽ. ഓപ്ഷൻ സി ജാൻ റിഗൻസ്ബർഗ്. ഓപ്ഷൻ ഡി ഐറ്റാന ബോൺമാറ്റി. നമുക്കറിയാം അത് ഐറ്റാന ബോൺമാറ്റിയാണ്, സ്പാനിഷ് താരമാണ് ഐറ്റാന ബോൺമാറ്റി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ സ്പോർട്സ് അവാർഡുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ സെഷനിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക്. ബാലൻഡിയോർ. പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ബാലൻഡിയോർ നൽകുന്നത് ബാലൻഡിയോറും ഫിഫ അവാർഡും ഒന്നല്ലേ? അല്ല. ഫിഫ പുരസ്കാരം ഫിഫ കംപ്ലീറ്റ്ലി അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടന ഫിഫ നൽകുന്നത്. ബാലൻഡിയോർ മുൻപ് തുടക്കത്തിൽ ഫിഫയും ബാലൻഡിയോറും സംയുക്തമായിട്ട് നൽകി തുടങ്ങിയതാണ്. ഇപ്പോൾ ബാലൻഡിയോർ എന്ന പേരിൽ ഫിഫ അതിനകത്തില്ല. ഫിഫ സെപ്പറേറ്റ് ഫിഫ അവാർഡ് എന്ന് പറഞ്ഞ് നൽകുന്നു, ബാലൻഡിയോർ സെപ്പറേറ്റ് നൽകുന്നു എന്ന കാര്യം ഓർക്കുക. ഇവിടെ ബാലൻഡിയോർ പുരസ്കാരം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പുരസ്കാരമാണ് ബാലൻഡിയോർ. നോക്കാം നമുക്ക്. ബാലൻഡിയോർ പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ച ആരാണ്? അത് ഒസ്മാനെ ഡെമ്പല്ലെ. ഫ്രാൻസിന്റെ താരമാണ് ഒസ്മാനെ ഡെമ്പല്ലെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ബാലൻഡിയോർ പുരസ്കാരം നേടിയ പുരുഷ താരമാര് എന്നാണ് ചോദ്യം. അത് ഒസ്മാനെ ഡെമ്പല്ലെ, ഫ്രാൻസ് താരം. അങ്ങനെയെങ്കിൽ ബാലൻഡിയോർ പുരസ്കാരം നേടിയ വനിതാ താരമാര് എന്ന് ചോദിച്ചപ്പോൾ ഐറ്റാന ബോൺമാറ്റി, സ്പെയിൻ്റെ താരമാണ്. അവർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ബാലൻഡിയോർ, ഒസ്മാന ഡെമ്പല്ലേക്ക് ലഭിക്കുന്ന ഫസ്റ്റ് ബാലൻഡിയോറും അതുപോലെ തന്നെ ഐറ്റാന ബോൺമാറ്റിക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ബാലൻഡിയോർ പുരസ്കാരമാണിത്. ഇതേ ഐറ്റാന ബോൺമാറ്റിക്ക് തന്നെയാണ് ഏറ്റവും മികച്ച വനിതാ താരത്തിലുള്ള ഫിഫ പുരസ്കാരം നേടിയതും. ഇതേ ഐറ്റാന ബോൺമാറ്റിയും ഇതേ ഒസ്മാന ഡെമ്പല്ല തന്നെയാണ് ഫിഫ പുരസ്കാരം ഏറ്റവും മികച്ച പുരുഷ താരമായും വനിതാ താരമായും ഫിഫ പുരസ്കാരത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്നത്. രണ്ടും ഒരേ ടീം തന്നെയാണ്. ഇനി ബാലൻഡിയോർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഓർമ്മ വരുന്നൊരു ചോദ്യം, ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ നേടിയ താരമാര്? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സാക്ഷാൽ ലയണൽ മെസ്സി ആണല്ലേ. എത്ര തവണയാണെന്നറിയാമോ? 8 തവണ. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ബാലൻഡിയോർ പുരസ്കാരം നേടുന്നത് മെസ്സിയാണ്, ലയണൽ മെസ്സിയാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. ലയണൽ മെസ്സിയാണ്. എത്ര തവണയാണെന്നറിയാമോ? 8 തവണയാണ്. 8 തവണയാണ് മെസ്സി ബാലൻഡിയോർ പുരസ്കാരം നേടുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ നേടിയത് സാക്ഷാൽ റൊണാൾഡോയാണ്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 2ാം തവണ. 5 തവണ റൊണാൾഡോ നേടുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. അപ്പോൾ അടുത്തിലോട്ട് പോകുന്നു. ഇനി ഫിഫ അവാർഡ്സ് 2025 2025 ഫിഫ പുരസ്കാരമാണ് നമ്മൾ പറയുന്നത്. പുരുഷ താരവും വനിതാ താരവും സെയിം ആൾക്കാർ തന്നെ. ആരൊക്കെയാ? ഒസ്മാനെ ഡെമ്പല്ലെ ഓഫ് ഫ്രാൻസ്, ഐറ്റാന ബോൺമാറ്റി ഓഫ് സ്പെയിൻ എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. ഇനി ഏറ്റവും മികച്ച ഗോൾ
ഗോൾ കീപ്പർക്കുള്ള ഫിഫ പുരസ്കാരം നേടുന്നത് പുരുഷ താരങ്ങളിൽ ജിയാൻ ലുഗി ഡോണറുമ. നിങ്ങൾ ഉമ്മ എന്നിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ജിയാൻ ലുഗി ഡോണറുമ, ജിയാൻ ലുഗി ഡോണറുമ എന്നാണ് പേര്. ഉമ്മ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇറ്റലിയുടെ താരമാണ് ഡോണറുമ. അപ്പോൾ ഈ പറയുന്ന ഗോൾ കീപ്പർ ഉമ്മയാണെന്ന കാര്യം ഓർക്കുക. അദ്ദേഹം ഇറ്റലിക്കാരനാണ്, ഇറ്റലിയുടെ ഉമ്മയാണ് ഏറ്റവും മികച്ച ഗോൾ കീപ്പർ. അങ്ങനെയെങ്കിൽ വനിതാ താരമാരാ? ഇംഗ്ലണ്ടിന്റെ ഹന്നയാണ്. അപ്പോൾ ഉമ്മയും അതുപോലെ തന്നെ ഹന്നയും എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഡോണറുമ്മ ഇറ്റലിയും, ഈ പറയുന്ന ഹന്ന ഹാംപ്ടൺ ഇംഗ്ലണ്ട് താരമാണ് മികച്ച വനിതാ ഗോൾ കീപ്പർ. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി അടുത്തതിലോട്ട് നമ്മൾ പോകുന്നു. യെസ്, സന്തോഷ് ട്രോഫി. ഈ പറയുന്ന ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് സന്തോഷ് ട്രോഫി എന്ന് പറയുക അല്ലേ. ആഭ്യന്തര ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഈ പറയുന്ന സന്തോഷ് ട്രോഫി. ആ സന്തോഷ് ട്രോഫി എപ്പോഴും ചോദിക്കാറുണ്ട്, വിജയികളെയും അതുപോലെ തന്നെ റണ്ണറപ്പിനെയും ചോദിക്കാറുണ്ട്. നോക്കണടാ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2025-26 സീസണിലും 2024 സീസൺ രണ്ടും പഠിക്കണം. 2025-26 സീസണിലെ വിജയികളായി മാറുന്നത് സർവീസസും 2024 ജേതാക്കൾ പശ്ചിമ ബംഗാളുമാണ്. ഇവിടെ സർവീസസിന്റെ 8ാമത്തെ കിരീടമാണിത്. വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ തവണ നേടിയ വെസ്റ്റ് ബംഗാളിന് 33ാമത്തെ കിരീടം. ഇതോടുകൂടി ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായി മാറിയ ടീമായി ആര് മാറുകയാണ്? വെസ്റ്റ് ബംഗാൾ മാറുകയാണ്, 33 തവണ. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫിയിൽ മുത്തമിട്ട ടീം ഏത് എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആൻസർ ചെയ്യണം. അത് വെസ്റ്റ് ബംഗാളാണ്, 33 തവണയാണ്. അങ്ങനെയെങ്കിൽ ഈ 2 സ്ഥലങ്ങളിലും റണ്ണറപ്പാരാ? കഴിഞ്ഞ 2 തവണയും നമ്മൾ ഫൈനലിൽ എന്ത് ചെയ്തറാ? പരാജയപ്പെട്ടു. നമ്മളെ പരാജയപ്പെടുത്തിയത് 2026 പരാജയപ്പെടുത്തിയത് സർവീസസും 2025 പരാജയപ്പെടുത്തിയത് പശ്ചിമ ബംഗാളുമാണെന്ന കാര്യം ഓർക്കുക. ഓക്കെ ആണല്ലോ. ഇനി കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി ടൂർണമെന്റിൽ മുത്തമിട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എത്ര തവണയാ? കേരളം ആകെ മൊത്തം 7 തവണ കേട്ടോ, ഓർത്തു വെക്കണേ. കേരളം ആകെ മൊത്തം 7 തവണ സന്തോഷ് ട്രോഫി ടൂർണമെന്റിൽ മുത്തമിട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കേരളം സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായി മാറുന്നത് 1973-ലാണ്. 1973-ലാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കുക. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തിലോട്ട് പോകുന്നു. ICC ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പുരസ്കാരം. ഫുട്ബോളുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു, സന്തോഷ് ട്രോഫി പറഞ്ഞു, ഫിഫ അവാർഡ് പറഞ്ഞു, അതുപോലെ തന്നെ ബാലൻഡിയോറും പറഞ്ഞു. ഇനി പോകുന്നു ICC അവാർഡ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ICC അവാർഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് 2024 പുരസ്കാരമാണ്. പ്രഖ്യാപിച്ചത് 25-ലാണ്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. 25 പ്രഖ്യാപിച്ചിട്ടില്ല. മീൻസ് ICC അവാർഡ് 2025 ഞാൻ ഈ വീഡിയോ എടുക്കുന്ന നിമിഷം വരെ പ്രഖ്യാപിച്ചിട്ടില്ല. നോക്കാം നമുക്ക്. ICC അവാർഡിലേക്ക് വരുമ്പോൾ മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, ഏറ്റവും മികച്ച പുരുഷ ക്രിക്കറ്റ് താരം. ഏറ്റവും മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യൻ താരമായിട്ടുള്ള നമ്മുടെ ജസ്പ്രീത് ബുംറയാണ് കേട്ടോ. നമ്മുടെ വേഗതയുടെ രാജാവായിട്ടുള്ള ജസ്പ്രീത് ബുംറയാണ്. ഫാസ്റ്റ് ബൗളർ ജസ്പ്രീത് ബുംറ എന്ന് പേര് കേൾക്കാത്ത ഒരാൾ പോലും ഉണ്ടാവത്തില്ല അല്ലേ. നമ്മൾ മുമ്പ് ബൗളിംഗ് കാണുമ്പോൾ നമ്മൾ ക്രിക്കറ്റിൽ ബാറ്റിംഗ് മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ബൗളിങ്ങിൽ ഇന്ത്യക്ക് അങ്ങനെ എടുത്തു പറയത്തക്ക വലിയ നെയിംസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ബുംറ വന്നതിന് ശേഷം നമുക്കൊരു ആവേശമാണ്. കാരണം നമ്മൾ ബൗളിംഗ് നോക്കിയിരിക്കും. പണ്ട് നമ്മൾ ബാറ്റിംഗ് മാത്രം നോക്കുന്നു, ഓഫ് ചെയ്തിട്ട് പോകുന്നു, ബൗളിംഗ് ആരും കാണാറില്ല. പക്ഷെ ബുംറ വന്നതിന് ശേഷം നമ്മൾ ബൗളിംഗ് നമ്മൾ എന്ത് ചെയ്യും? നോക്കാൻ തുടങ്ങി എന്നാണ് സത്യം. അപ്പൊ ജസ്പ്രീത് ബുംറ മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ. അപ്പൊ 2024 ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്, പുരുഷ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ബുംറയാണ്. അദ്ദേഹം തന്നെയാണ് മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരം. അപ്പോൾ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരവും ഏറ്റവും മികച്ച ടെസ്റ്റ് താരവും ആര് തന്നെ? ബുംറ തന്നെ. അങ്ങനെയെങ്കിൽ ഏറ്റവും മികച്ച 2020 താരം ആര് എന്നാണ് ചോദ്യം. ഏറ്റവും മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം നേടുന്നത് അർഷദീപ് സിംഗ് ആണ്. അപ്പൊ ഏറ്റവും മികച്ച 2020 താരത്തിലുള്ള പുരസ്കാരം നേടുന്നത് ഇന്ത്യൻ താരമായ അർഷദീപ് സിംഗ് ആണ്. അദ്ദേഹം ഫാസ്റ്റ് ബൗളറാണ്. ഇനി ഏകദിന ക്രിക്കറ്റ് താരം, ഏറ്റവും മികച്ച പുരുഷ ഏകദിന ക്രിക്കറ്റ് താരം, ഒണ്ടേ മീൻസ് ഏകദിന താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അസമത്തുള്ള ഒമർസായി. നിങ്ങൾ അസമത്വം എന്ന് പഠിക്കുക. അസമത്വം എന്ന് പഠിക്കാം. ഏകദിനത്തിൽ അസമത്വം. അപ്പോൾ ഏകദിനത്തിൽ ആരാണ്? ഏകദിനത്തിൽ ഭയങ്കര അസമത്വമാണെന്ന് പഠിക്കാം. അപ്പോൾ ഏകദിനത്തിൽ അസമത്വമാണ്.
അപ്പോൾ അസമത്തുള്ള ഒമർസായി, അപ്പോൾ അസമത്വം എന്ന് പഠിക്കാം, അദ്ദേഹം അഫ്ഗാനിസ്ഥാന്റെ താരമാണ്. അപ്പോൾ ഈ അസമത്വം ഉന്നയിച്ചത് ആരാണ്? ഒരു അഫ്ഗാനിസ്ഥാൻ താരമാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഏകദിനത്തിൽ അസമത്വം എന്ന് പറഞ്ഞത് ആരാണ്? ഒരു അഫ്ഗാനിസ്ഥാൻ താരമാണെന്ന കാര്യം ഓർക്കുക. ഇനി ബുംറയും ഈ പറയുന്ന കണക്ക് ഹർഷദീപ് സിംഗ് ഒക്കെ നമുക്ക് ഫെമിലിയർ നെയിം ആണ്, അതുകൊണ്ടാണ് വേറെ ഒന്നും പറയാത്തത് അവിടെ. ഇനി എമർജിങ് ക്രിക്കറ്റ് താരം, അതായത് വളർന്നു വരുന്ന താരങ്ങൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് എമർജിങ് താരത്തിലുള്ള പുരസ്കാരം. അപ്പോൾ എമർജിങ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ തിരഞ്ഞെടുക്കപ്പെടുന്നത് കാമിന്ദു മെൻഡിസ് ആണ്. കാമിന്ദു മെൻഡിസ്. നിങ്ങൾ ദയവ് ചെയ്ത് മെൻഡിസ് എന്ന് മാത്രം പഠിച്ചിട്ട് പോകരുത്. കാരണം അജന്ത മെൻഡിസ് എന്നൊരു പഴയ ഒരു ശ്രീലങ്കൻ താരം ഉണ്ടായിരുന്നു. ഇത് കാമിന്ദു മെൻഡിസ്, ശ്രീലങ്കൻ താരമായിട്ടുള്ള കാമിന്ദു ഇന്ദു എന്ന് പഠിക്കാം. കാമിന്ദു മെൻഡിസ് സെറ്റ്. ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ ജസ്പ്രീത് ബുംറ, ഇതാണ് ഹർഷദീപ് സിംഗ്. ഇവിടെ ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഈ 3 ചോദ്യമാണ്, ചോദിക്കാൻ പോസിബിലിറ്റി കൂടുതൽ ഈ 3 ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് വനിതകളിലേക്ക് വരാം. ഏറ്റവും മികച്ച വനിതാ ക്രിക്കറ്റ് താരമായിട്ട് 2024 ഏറ്റവും മികച്ച വനിതാ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അമേലിയ ഖേർ ആണ്. ന്യൂസിലാൻഡ് താരമായിട്ടുള്ള അമേലിയ ഖേർ കേട്ടോ. അമേലിയ ഖേർ ന്യൂസിലാൻഡ് താരമാണ്. അപ്പോൾ 2024 ഏറ്റവും മികച്ച വനിതാ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അമേലിയ ഖേർ എന്ന് പറയുന്ന ന്യൂസിലാൻഡ് താരമാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും മികച്ച വനിതാ 2020 ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നതും ആര് തന്നെ? അമേലിയ ഖേർ. അപ്പോൾ ഏറ്റവും മികച്ച വനിതാ താരവും ഏറ്റവും മികച്ച വനിതാ 2020 താരവും ആര് തന്നെയാണ്? ഈ പറയപ്പെടുന്ന ന്യൂസിലാൻഡ് താരമായിട്ടുള്ള അമേലിയ ഖേർ ആണെന്ന കാര്യം ഓർക്കുക. ഇനി ഏറ്റവും മികച്ച വനിതാ ഏകദിന താരം, ഏറ്റവും മികച്ച ODI വനിതാ ഏകദിന താരം, ഏറ്റവും മികച്ച വനിതാ ഏകദിന താരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കാരണവശാലും മറക്കരുത്, നമ്മുടെ ഇന്ത്യൻ താരമായിട്ടുള്ള സ്മൃതി മന്ദാനയാണ്. അപ്പോൾ ഏറ്റവും മികച്ച വനിതാ ഏകദിന താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്ത്യൻ താരമായിട്ടുള്ള സ്മൃതി മന്ദാനയാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അങ്ങനെയെങ്കിൽ വിമൺസ് എമർജിംഗ് പ്ലെയർ, വളർന്നു വരുന്ന താരത്തിലുള്ള പുരസ്കാരം നേടുന്നു അനറി ഡെർക്സൺ. അനേറിയ ഡെർക്സൺ ശ്രീലങ്കൻ താരം. പക്ഷെ ഇതിനകത്ത് എൻ്റെ മനസ്സ് പറയുന്നത് ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഈ വനിതാ ഏകദിന താരത്തെയാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഈ 3 ചോദ്യമാണ് ഏറ്റവും വിലപ്പെട്ടത് ഇതിനകത്ത്. ഏറ്റവും മികച്ച ക്രിക്കറ്റ് 2 പേരുകൾ അമേലിയ ഖേർ, ഏറ്റവും മികച്ച വനിതാ താരവും അതുപോലെ തന്നെ ഏറ്റവും മികച്ച 2020 താരവും. അങ്ങനെയെങ്കിൽ ഏകദിന താരം നമ്മുടെ സ്വന്തം സ്മൃതി മന്ദാന എന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം. സെറ്റ്. പിന്നെ എമർജിംഗ് താരം അനേറിയ ഡെർക്സൺ ശ്രീലങ്കൻ താരം. അവിടെയും ഏകദിന താരം മികച്ച എമർജിംഗ് താരം ആര് തന്നെ? ഒരു ശ്രീലങ്കൻ താരമാണ്, അത് കാമിന്ദു മെൻഡിസ് ആണ്. അടുത്ത പോയിന്റ് നോക്കി. യെസ്, ഇതാണ് നമ്മുടെ അമേലിയ ഖേർ, ഇതാണ് നമ്മുടെ സ്മൃതി മന്ദാന. 2 പേരെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അടുത്തിലോട്ട് പോവാം. രഞ്ജി ട്രോഫി, ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ട്രോഫിയാണ് രഞ്ജി ട്രോഫി ടൂർണമെന്റ് എന്ന് പറയുന്നത് അല്ലേ. രഞ്ജി ട്രോഫി ടൂർണമെന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണടാ. രഞ്ജി ട്രോഫി ടൂർണമെന്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട്, ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. നമ്മൾ സന്തോഷ് ട്രോഫി പറഞ്ഞതുപോലെ ഇന്ത്യക്കകത്ത് നടക്കുന്ന ഒരു ആഭ്യന്തര ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് രഞ്ജി ട്രോഫി എന്ന് പറയുന്നത്. ആ രഞ്ജി ട്രോഫി ഏറ്റവും ലേറ്റസ്റ്റ് 2 വർഷത്തെ വിജയികളെയും റണ്ണറപ്പിനെയും നമ്മൾ അറിയണം. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാര് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് വിജയികളെ പ്രഖ്യാപിക്കുന്നത്. ജമ്മു കാശ്മീർ വിജയിച്ചതാരാ? ജമ്മു കാശ്മീർ ആണ് വിജയിക്കുന്നത്. ജമ്മു കാശ്മീർ ആണെന്ന കാര്യം ഓർക്കുക. ഇതാദ്യമായിട്ടാണ് ദ ഫസ്റ്റ് ടൈറ്റിൽ ഫോർ ജമ്മു കാശ്മീർ. അപ്പൊ ജമ്മു കാശ്മീരിന്റെ ആദ്യ കിരീടം ഇതാദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ രഞ്ജി ട്രോഫിയിൽ മുത്തമിടുന്നത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? കർണാടകത്തിനെ പരാജയപ്പെടുന്നു. അപ്പൊ കർണാടകയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജമ്മു കാശ്മീർ ആദ്യമായിട്ട് രഞ്ജി ട്രോഫിയിൽ മുത്തമിടുന്നത്. അങ്ങനെയെങ്കിൽ 2024-25 കഴിഞ്ഞ സീസൺ, ഓക്കെ, ഇതിന് മുന്നത്തുള്ള സീസണിൽ ജേതാക്കളായി മാറുന്ന വിദർഭയാണ് അവിടെ പരാജയപ്പെടുത്തിയ നമ്മുടെ സ്വന്തം കേരളത്തെ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാദ്യമായാണ് കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനൽ എത്തുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, കേരളം ആദ്യമായിട്ട് രഞ്ജി ട്രോഫിയുടെ ഫൈനൽ കളിച്ചത് 2024-25 സീസണിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
ആദ്യമായിട്ട് കേരളം ഫൈനൽ കളിക്കുന്നു. പക്ഷെ നമുക്ക് ദൗർഭാഗ്യവശാൽ നമ്മൾ ആരോട് തോറ്റു? വിദർഭയോട് പരാജയപ്പെടുന്നു. ഇനി ഏറ്റവും കൂടുതൽ തവണ രഞ്ജി ട്രോഫി നേടിയ ടീം ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് മുംബൈ ആണ്, 42 തവണ. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ രഞ്ജി ട്രോഫിയിൽ മുത്തമിട്ട ടീം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് മുംബൈ ആണ്. എത്ര തവണയാണെന്നറിയാവോ? 42 തവണ. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ രഞ്ജി ട്രോഫിയിൽ മുത്തമിട്ട ടീം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് മുംബൈ ആണ്. 42 തവണയാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. സന്തോഷ് ട്രോഫി വെസ്റ്റ് ബംഗാളാണ് 33 തവണ, എന്നാൽ ഇവിടെ മുംബൈ ആണ് രഞ്ജി ട്രോഫി 42 തവണ. ഓർക്കണേ നിങ്ങൾ. അടുത്തതിൽ ലോറസ് പുരസ്കാരം. എന്താണ് ലോറസ് പുരസ്കാരം? എടാ, കായിക മേഖലയിലെ ഓസ്കാർ എന്നാണ് എന്ത് പറയപ്പെടുന്നത്? ലോറസ് പുരസ്കാരം അറിയപ്പെടുന്നത്. അപ്പൊ കായിക മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ലോറസ് പുരസ്കാരം. അതിലെ 2025-ലെയും 2024-ലെയും ജേതാക്കളെ പ്രധാനപ്പെട്ട ആൾക്കാരെ നമുക്ക് പഠിക്കണം. നോക്കണേ, ലോറസ് പുരസ്കാരം 2025-ൽ ഏറ്റവും മികച്ച സ്പോർട്സ്മാൻ, ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. ആരാണ് അർമാൻഡ് ഡുപ്ലാന്റിസ്? അദ്ദേഹം പോൾ വോൾട്ട് താരമാണ്. പോൾ വോൾട്ട് താരമാണ് കേട്ടോ. പോൾ വോൾട്ട് താരമാണ് അർമാൻഡ് ഡുപ്ലാന്റിസ്. അപ്പൊ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അർമാൻഡ് ഡുപ്ലാന്റിസ്, പോൾ വോൾട്ട് താരം. അങ്ങനെയെങ്കിൽ ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് സിമോൺ ബൈൽസ് ആണ്. അപ്പൊ സിമോൺ ബൈൽസ് ആണ് കേട്ടോ. സിമോൺ ബൈൽസ്. അപ്പൊ സിമോൺ ബൈൽസ് ആണ് ഏറ്റവും മികച്ച വനിതാ കായിക താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. സിമോൺ ബൈൽസ് ആണ്, ജിംനാസ്റ്റിക് താരമാണ്. അപ്പൊ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അർമാൻഡ് ഡുപ്ലാന്റിസ്, പോൾ വാൾട്ട്. എന്താണ് ഈ പോൾ വാൾട്ട്? ഇദ്ദേഹമാണ് അർമാൻഡ് ഡുപ്ലാന്റിസ്. നിങ്ങൾക്ക് അറിയാം, പോൾ വാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈ ജമ്പിന് സമാനമായിട്ടുള്ള ഗെയിമാണ് പോൾ വാൾട്ട് എന്ന് വിളിക്കുക. പക്ഷേ ഇത് കുറച്ചും കൂടെ ഹൈറ്റിൽ വെക്കും. ഫ്രണ്ടിൽ ഒരു കുഴി ഉണ്ടാവും. ഒരു കമ്പും കൊണ്ട് നേരെ എന്ത് ചെയ്യും? ഇത് ആ കുഴി കുത്തി നേരെ ചാടി പോകുന്നതാണ് ഈ പറയുന്ന പോൾ വാൾട്ട് എന്ന് പറയുന്നത്. അതിലെ താരമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ് 2025-ലെ ഏറ്റവും മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടുന്നു. അർമാൻഡ് ഡുപ്ലാന്റിസ് എന്ന് പഠിക്കാം. ഇനി ഏറ്റവും മികച്ച വനിതാ കായിക താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് സിമോൺ ബൈൽസ് ആണ്. സിമോൺ ബൈൽസ് ജിംനാസ്റ്റിക് താരമാണ്. സിമോൺ ബൈൽസ് ജിംനാസ്റ്റിക് താരം. ഈ പോൾ വാൾട്ടില് ഇദ്ദേഹത്തിനാണ് ലോക റെക്കോർഡ്. ആരുടെ പേരില? ഈ പറയുന്ന അർമാൻഡ് ഡുപ്ലാന്റിസിന്റെ പേരിലാണ് ലോക റെക്കോർഡ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ചോദിക്കാം, അർമാൻഡ് ഡുപ്ലാന്റിസ് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം, പോൾ വാൾട്ട് ആണ്. ഇനി 2025-ലെ ഏറ്റവും മികച്ച ടീമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് എന്നാണ് ചോദ്യം. 2025-ലെ ഏറ്റവും മികച്ച ടീമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഫുട്ബോൾ ക്ലബ്ബായിട്ടുള്ള റയൽ മാഡ്രിഡ് ആണ്. അപ്പോൾ റയൽ മാഡ്രിഡ് ആണ് ഏറ്റവും മികച്ച ടീമിനുള്ള പുരസ്കാരം നേടുന്നത്. റയൽ മാഡ്രിഡ് സ്പാനിഷ് ഫുട്ബോൾ ക്ലബ്ബായ റയൽ മാഡ്രിഡ് എന്ന ഫുട്ബോൾ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. ഇനി 2024-ലേക്ക് നമുക്ക് വരാം. 2024-ലെ ഏറ്റവും മികച്ച പുരുഷ താരമായിട്ടുള്ള ലോറസ് പുരസ്കാരം കരസ്ഥമാക്കുന്നത് നൊവാക്ക് ജോക്കോവിച്ച് സെർബിയൻ താരമാണ് കേട്ടോ. അപ്പോൾ സെർബിയയുടെ താരമാണ് നൊവാക്ക് ജോക്കോവിച്ച്. ടെന്നീസ് ആണ് മേഖല. ഇനി ഏറ്റവും മികച്ച വനിതാ കായിക താരം ലോറസ് പുരസ്കാരം നേടും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഐറ്റാന ബോൺമാറ്റി. ഫുട്ബോൾ ആണ് മേഖല. സ്പെയിൻ്റെ താരമാണ് ഐറ്റാന ബോൺമാറ്റി. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ബാലൻഡിയോർ കിട്ടുന്നു, ഫിഫ അവാർഡ് നേടുന്നു. ഇപ്പോൾ 2024-ലെ ലോറസ് പുരസ്കാരം നേടുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് ഐറ്റാന ബോൺമാറ്റി. ഇനി ഏറ്റവും മികച്ച ടീമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് സ്പെയിൻ്റെ വനിതാ ദേശീയ ഫുട്ബോൾ ടീമാണ്. സ്പെയിൻ്റെ വിമൺസ് നാഷണൽ ഫുട്ബോൾ ടീമാണ് ഏറ്റവും മികച്ച ടീം. 2025-ലെ റയൽ മാഡ്രിഡ്, ഇവിടെ സ്പെയിൻ്റെ വനിതാ ദേശീയ ഫുട്ബോൾ ടീമാണ്. സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ നൊവാക്ക് ജോക്കോവിച്ച്, ഇതാണ് ഐറ്റാന
ബോൺമാറ്റിയെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോവാണ്. ഇനി നമ്മൾ അവസാനം പഠിക്കാൻ പോകുന്ന ടെന്നീസുമായി ബന്ധപ്പെട്ട ഗ്രാൻഡ് സ്ലാം. ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെന്നീസ് ഗ്രാൻഡ് സ്ലാമിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായും 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണ് കേരള PSC എപ്പോഴും ചോദിക്കുക, സ്ഥിരം ചോദിക്കുന്നത് 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണ്. ഒന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ, ഒരു വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ നടക്കുന്ന ആദ്യ ടൂർണമെന്റ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ, പിന്നെ ഫ്രഞ്ച് ഓപ്പൺ, പിന്നെ US ഓപ്പൺ, പിന്നെ പഠിക്കേണ്ടത് വിംബിൾഡൺ. എപ്പോഴും ചോദിക്കുന്നത് ഈ 4 ഗ്രാൻഡ് സ്ലാം. അപ്പോൾ ചോദിക്കാം, ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ് ഗ്രാൻഡ് സ്ലാം, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഈ 4 കാറ്റഗറി നിങ്ങൾ നിർബന്ധമായും പഠിച്ചേ പറ്റൂ. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് 2 കാറ്റഗറി പഠിച്ചാൽ മതി. ഇതിനകത്ത് മെൻസ് സിംഗിൾസ് ഉണ്ട്, വിമൺ സിംഗിൾസ് ഉണ്ട്, മിക്സഡ് ഡബിൾസ് ഉണ്ട്, മെൻസ് ഡബിൾസ് ഉണ്ട്, വിമൺസ് ഡബിൾസ് ഉണ്ട്. നമുക്കതൊന്നും വേണ്ട. പുരുഷ സിംഗിൾസും പഠിക്കുക, വനിതാ സിംഗിൾസും പഠിക്കുക. ഇത് 2 ചോദിച്ചിട്ടുള്ളൂ, ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. നോക്കാം, നമുക്ക് ആദ്യം നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. ഓസ്ട്രേലിയൻ ഓപ്പണിലേക്ക് പോകുമ്പോൾ 2000 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വർഷത്തെ പഠിച്ചാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് 2026 ഈ നിമിഷം വരെ നടന്നിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഓപ്പൺ മാത്രമേ നടന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും നടന്നിട്ടില്ല. അതിനി ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നടക്കത്തേ ഉള്ളൂ. അപ്പോൾ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് കാർലോസ് അൽക്കാരസ്. വനിതാ സിംഗിൾസ് എലേന റിബക്കീന നോക്കുക. അപ്പോൾ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ മാത്രമേ നടന്നിട്ടുള്ളൂ. കാർലോസും അതുപോലെ തന്നെ എലേനയും. ഞാൻ കുഞ്ഞു കോഡ് പറഞ്ഞുതരാം, അവസാനത്തിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ജസ്റ്റ് കേട്ടിരിക്കുക. അപ്പോൾ കാർലോസും എലേനയും. കാർലോസ് സ്പെയിനാ നമുക്കറിയാം. എലേന റിബക്കീന കസാക്കിസ്ഥാന്റെ താരമാണ്. ഇനി പുരുഷ സിംഗിൾസിലേക്ക് വന്നു കഴിയുമ്പോൾ 2025 പുരുഷ സിംഗിൾസ് ജാനിക് സിന്നർ ഇറ്റലിയുടെ താരമാണ് ജാനിക് സിന്നർ. ഇനി വനിതാ സിംഗിൾസ് മാഡിസൺ കീസ്. ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ജാനിക്ക് വട്ടായപ്പോൾ ഓസ്ട്രേലിയയില് 2025 ചികിത്സിക്കാൻ കൊണ്ടുപോയി. അപ്പൊ ജാനിക്ക് വട്ടായി 2025 അങ്ങനെ പഠിക്കാം. അപ്പോ 2025 ജാനിക്ക് എന്തായി? വട്ടായി പോയി. അപ്പോ വട്ടായി പോയി എന്നൊരു പാട്ട് തന്നെയല്ലേ? അപ്പൊ ജാനിക്ക് വട്ടായി പോയി എന്ന് പഠിക്കാം. 2025 ജാനിക്ക് വട്ടായി പോയി. വട്ട് എന്താ സംഭവം? വട്ടിന്റെ ഇംഗ്ലീഷ് മാഡ് ആണ്. അപ്പൊ ജാനിക്ക് വട്ടായി പോയി, മാഡ് കിട്ടും, മാഡിസൺ കീ. അവിടെ നിന്ന് മാഡിസൺ കീ കിട്ടും. ജാനിക് സിന്നറിന്റെ സ്വദേശം ഇറ്റലിയാണ്, മാഡിസൺ കീസിന്റെ സ്വദേശം അമേരിക്കയാണ്. അപ്പൊ ജാനിക്ക് വട്ടായി 2025 ജാനിക്ക് വട്ടായത്. ഇനി 2026 കാർലോസും എലൈനയും. ഓക്കെ, അതിലേക്ക് വരാം. ഇനി അടുത്തതിലേക്ക് നോക്കിയേ, സിമ്പിളായിട്ട് അവസാനം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോക്കിയേ, 2024 ജാനിക് സിന്നറാണ്. ചോദിക്കാൻ ചാൻസ് കുറവാ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ജാനിക് സിന്നറും, വനിതാ സിംഗിൾസ് ആര്യാന സബലങ്ക. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 പേരെ അവിടെ പഠിച്ചുള്ളൂ. കാർലോസ് അൽക്കാരസ് പുരുഷന്മാർ, കാർലോസ് അൽക്കാരസും വനിതകളിലത് വരുമ്പോൾ കാർലോസ് അൽക്കാരസും ജാനിക് സിന്നറും എന്ന 2 പേരെ പഠിച്ചുള്ളൂ. അപ്പോൾ 2026 കാർലോസും 2025 2024 പുരുഷ വിഭാഗം ഓസ്ട്രേലിയ ജാനിക് സിന്നർ തന്നെയാണ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത് ഫ്രഞ്ച് ഓപ്പണിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, എഗെയിൻ കാർലോസ്. ഫ്രഞ്ച് ഓപ്പണും ആര് തന്നെ, പക്ഷെ ഫ്രഞ്ച് ഓപ്പൺ 2026 നടന്നിട്ടില്ലേ? 2025 പുരുഷ വിഭാഗം കാർലോസ് അൽക്കാരസ് സ്പെയിൻ, തെറ്റിക്കരുത്. വനിതാ സിംഗിൾസ് കൊക്കോ ഗൗഫ് അമേരിക്ക എന്ന് പഠിക്കാം. ഇനി 2024 എഗെയിൻ കാർലോസ് അൽക്കാരസ് സ്പെയിൻ, വനിതാ സിംഗിൾസ് ഇഗാ സ്വാത്തക്ക് പോളണ്ട്.
അപ്പോൾ പുരുഷന്മാരെ പേരിൽ മാറ്റമൊന്നും വരുന്നില്ല, രണ്ട് പേരെ പഠിച്ചുള്ളൂ, കാർലോസ് അൽക്കാരസും ജാനിക് സിന്നറും. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ കാർലോസ് അൽക്കാരസ്, ഫ്രഞ്ച് ഓപ്പണും കാർലോസ് അൽക്കാരസ്, ഓർക്കണേ. അടുത്തിലോട്ട് പോവാം. അപ്പോൾ ഇഗാസ്വാത്തക്ക് വനിത, കൊക്കോ ഗോഫ്, ഇഗാസ്വാത്തക്ക് പറഞ്ഞ പേരുകളൊക്കെ ഓർത്തോണം. അടുത്തിലോട്ട് പോകുന്നു. വിംബിൾഡൺ, യെസ്, വിംബിൾഡണിൽ കാർലോസ് അല്ല, ജാനിക് സിന്നർ. വിംബിൾഡൺ ആരാണ്? ജാനിക് സിന്നർ. മാറ്റം വരുന്നു, ജാനിക് സിന്നർ. ഇനി 2024 കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. അപ്പോൾ ഇവിടെ 2025 ഫോക്കസ് ചെയ്യുക. ജാനിക് സിന്നർ വിംബിൾഡൺ അടിച്ചുകൊണ്ട് പോകുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ ഓർക്കുക, ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ് എന്ന കാര്യം ഓർക്കുക, മാറ്റമില്ലേ? അപ്പോൾ 2025 ജാനിക് സിന്നർ വിംബിൾഡൺ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മാറിപ്പോകരുത്, തിരിഞ്ഞു പോകരുത്. ഇനി ഫ്രഞ്ച് ഓപ്പൺ എഗെയിൻ കാർലോസ് അൽക്കാരസ്. രണ്ട് പുരുഷ താരങ്ങളെ പറഞ്ഞുള്ളൂ, കാർലോസ് അൽക്കാരസ്, ജാനിക് സിന്നർ. ശരിയല്ലേ? അടുത്തിലോട്ട് പോകുന്നു. യെസ്, വിംബിൾഡണിലേക്ക് വരാം. യെസ്, നോക്കണേടാ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, ആദ്യം ഓസ്ട്രേലിയ പറഞ്ഞു, അവിടെ നമ്മൾ കാർലോസ് അൽക്കാരസ് പറഞ്ഞു, 2025 ജാനിക് സിന്നർ. ഫ്രഞ്ച് ഓപ്പണിലേക്ക് വരുമ്പോൾ എഗെയിൻ കാർലോസ് അൽക്കാരസ് തന്നെയാണ്, ഇവിടെയും 2024 കാർലോസ് അൽക്കാരസ്, മാറ്റമില്ല. വിംബിൾഡണിലേക്ക് വരുമ്പോൾ ആര് കയറി വന്നു? ജാനിക് സിന്നർ കയറി വരുന്നു, ഇറ്റലി. വനിതയാണെങ്കിൽ ഇഗാ സ്വാത്തക്ക്, പോളണ്ട്. 2024 വീണ്ടും ആര് തന്നെ? കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. യെസ്, അപ്പോൾ വിംബിൾഡണിൽ മാത്രമേ മാറ്റമുള്ളൂ, ജാനിക് സിന്നർ വന്നുള്ളേ. അടുത്തിലോട്ട് വരുന്നു US ഓപ്പൺ, എഗെയിൻ കാർലോസ് അൽക്കാരസ്. 2025 എഗെയിൻ കാർലോസ് അൽക്കാരസ്, സ്പെയിൻ്റെ താരം. അവിടെ വനിതകൾ ആര്യാന സബലങ്ക ബെലാറസ്. ആര്യാന സബലങ്ക. വനിതകൾ അല്പ സീനാണ്, എല്ലാം വ്യത്യസ്തമാണ്. മറ്റത് വേറെ ആരെയും ഞാൻ പറഞ്ഞില്ലേ. 2024 വീണ്ടും ഇറ്റലിയുടെ ജാനിക് സിന്നർ. അപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 2025 ഫോക്കസ് ചെയ്യേണ്ടത്. 2026 ശ്രദ്ധിച്ച് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കാർലോസ് ആണ്, കാർലോസ് ആണ്, തർക്കമില്ല. ഇനി 2025 വരുമ്പോൾ 2025 വരുമ്പോൾ രണ്ട് പേരുകൾ ഞാൻ എഴുതുന്നു. കാർലോസ് അൽക്കാരസ്, കാർലോസും അതുപോലെ തന്നെ കാർലോസ് അൽക്കാരസും അതുപോലെ തന്നെ ജാനിക് സിന്നർ, ജാനിക് സിന്നർ. ഓക്കെ അല്ലേ? കാർലോസിൻ്റെ നേർക്ക് ഞാൻ എഴുതുന്നു ഏതൊക്കെയാ? US ഓപ്പണും അതുപോലെ തന്നെ യെസ്, US ഓപ്പൺ എഴുതി. 2025 US ഓപ്പൺ കാർലോസ് എഴുതിയേ. യെസ്, വിംബിൾഡന് നേർക്ക് വിംബിൾഡൺ ജാനിക് സിന്നർ എഴുതിയേ കേട്ടോ. അപ്പോൾ 2025 കാർലോസ്, US ഓപ്പൺ നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ വീണ്ടും ഫ്രഞ്ച് ഓപ്പൺ നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ 2025 ഓക്കെ, ഫ്രഞ്ച് ഓപ്പൺ 2025 US ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും കൊണ്ടുപോകുന്ന കാർലോസ്, ജാനിക് സിന്നർ കൊണ്ടുപോകുന്നു വിംബിൾഡനും ഓസ്ട്രേലിയൻ ഓപ്പണും. സെറ്റല്ലേ? അപ്പോൾ 2025 കാർലോസ് അൽക്കാരസ് നേടുന്നത് US ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും, ജാനിക് സിന്നർ നേടുന്നത് വിംബിൾഡനും ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. വനിതകളിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് മാറ്റം വരുന്നു. 2025 വനിതകളിലേക്ക് വരികയാണ്. വനിതകളിലേക്ക് വരുമ്പോൾ ഒരു സിമ്പിളായിട്ട് കോഡ് പറഞ്ഞു തരാം. 2026 അവിടെ നിൽക്കട്ടെ, എലേന റിബക്കീന അല്ലേ? എലേന റിബക്കീനയാണ്. 2025 മാഡിസൺ കീയാണ്. അപ്പോൾ ഓസ്ട്രേലിയ നമ്മൾ എലേന ഓസ്ട്രേലിയ അല്ലേ? ഓസ്ട്രേലിയ എന്നല്ലേ? ഓസ്ട്രേലിയ ആണ്. ഈ യായാണ് അവിടെ നിന്ന് എലേന, എലേന എന്ന് പഠിക്കാം. ഓക്കെ, ഇവിടെ മാഡിസൺ കീ ഓസ്ട്രേലിയ. 2025 മാഡിസൺ കീ ആണ്. ഇനി ഫ്രഞ്ച് ഓപ്പണിലേക്ക് വരുമ്പോൾ കൊക്കോ ഗൗഫ് ആണ്. അപ്പോൾ ഇത്തവണത്തെ ഫ്രഞ്ച് ഓപ്പൺ കൊണ്ടുപോയത് ഫ്രാൻസ് ആണ്. സോറി, കൊക്കോ കപ്പടിച്ചത് ഫ്രാൻസ്. കൊക്കോ കപ്പടിച്ചത്
അല്ലെങ്കിൽ ഫ്രാൻസ് കൊക്കോ തൂക്കി. ഫ്രാൻസ് കൊക്കോ തൂക്കി എന്ന് പഠിക്കാം. ഫ്രാൻസ് കൊക്കോ തൂക്കി. അവിടെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസ്ട്രേലിയ, അവിടെ നിന്ന് യായിൽ നിന്ന് എലേന എന്ന് പോവാം. ഇവിടെ ഇനി മാഡിസൺ കീസ് ആണ്. 2025 മാഡിസൺ കീ ആണ്. മാഡിസൺ കീ ആണ് ഓസ്ട്രേലിയക്ക്. മാഡിസൺ കീ 2025. 2026 എലേന. ഇവിടെ ഫ്രാൻസിലേക്ക് വരുമ്പോൾ ഫ്രാൻസ് കൊക്കോയാണ്. കൊക്കോ ഗോഫ്, കൊക്കോ കൊണ്ടുപോയി എന്ന് പഠിക്കാം. ഫ്രാൻസ് കൊക്കോ തൂക്കി എന്ന് പഠിക്കാം. ഇനി വിംബിൾഡനിലേക്ക് വരുമ്പോൾ ആരാണ്? ഇഗ സ്വാത്തക്ക്. വിംബിൾഡൻ ഇഗ സ്വാത്തക്ക് വിംബിൾഡൻ വനിതകൾ. ഇനി യു എസ് ഓപ്പൺ അമേരിക്കയിലെ, യു എസ് എന്ന് വെച്ചാൽ അമേരിക്ക എന്നല്ലേ? അമേരിക്ക, ആ സ്റ്റാൻഡ്സ് ഫോർ ആരിയാന. അമേരിക്ക ആരിയാന. അപ്പോൾ ഫ്രാൻസ് കൊക്കോ ഗോഫ്, അമേരിക്ക യു എസ് ഓപ്പൺ അമേരിക്ക ആരിയാന, ഓസ്ട്രേലിയ യായിൽ നിന്ന് എലേന റിബക്കീനയും മാഡിസൺ കീ 2025 പഠിക്കാം. 2026 എലേന, 2025 മാഡിസൺ കീസ് ആണ്. ഓക്കെ അല്ലേ? ഫ്രാൻസ് കൊക്കോ തൂക്കി എന്ന് പഠിക്കാം. ഇനി യു എസ് ഓപ്പൺ അമേരിക്ക ആരിയാന എന്ന് പഠിക്കാം. വിംബിൾഡൺ മാത്രം സീനാണ്. വിംബിൾഡൻ ഇഗ സ്വാത്തക്ക്. വിംബിൾഡൺ ആരാണ്? വിംബിൾഡൻ ഇഗ സ്വാത്തക്ക് എന്ന് പഠിക്കാം. വിംബിൾഡൻ ഇഗ എന്ന് പഠിക്കാം. വിംബിൾഡൺ മാത്രം നോക്കിയാൽ ബാക്കിയെല്ലാം അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ നല്ല ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സെഷനുമായിട്ട് കണ്ടുമുട്ടും വരേക്കും താങ്ക് യു വെരി മച്ച്.